ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കറിലുണ്ടാക്കുന്ന കുറുകിയ ചാറോട് കൂടിയ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ അധികം സമയമൊന്നും ആവത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. വറ്റൽമുളക് കൂടി ചേർത്തു. എത്ര വറ്റൽമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് കറിവേപ്പിലയും അതിനൊന്നും ഇളവില്ല. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാമേ. ഞാൻ 3 ചെറിയ മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതുപോലെ നീളത്തിന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ചേർത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം വഴറ്റണമെന്നില്ല. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ലേശം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമെന്നില്ല. കുറച്ച് നേരം നമുക്ക് അല്ലാതെ തന്നെ വച്ചേക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ചതച്ചതായാലും അല്ലെങ്കിൽ പേസ്റ്റോ എന്തായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും ഒക്കെ നല്ല പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുകയാണ്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് ഇങ്ങനെ ആദ്യം വഴറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. അതുവരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു മുളക് പൊടിയുടെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് കൂടി ചേർക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 തക്കാളിയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി വേഗം ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല. അതുവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒന്ന് കുഴഞ്ഞു വരുന്ന പരുവത്തിന് ആയി കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടികളും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ചിരുന്നു നേരത്തെ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ സവാളയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പൊടികളെല്ലാം നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് ചേരണം. അതുവരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സവാളയിൽ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു. അതുകൂടെ കണക്കാക്കി വേണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമുക്കിനി കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നാലും ഓവറായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്.
ഇത് കണക്കിന് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തേക്ക് ചീറ്റാതെ ഇരിക്കും, നമുക്ക് കുറുകി തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു ബീഫ് നിൽക്കുന്ന ആ ഒരു ലെവലിനാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇനി ഇതൊരു 7 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് 1-2 വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ 7 വിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കുറുക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബീഫ്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ വേഗവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 7 വിസിൽ തന്നെ മതിയായിരുന്നു. നിങ്ങൾ ഒരു വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റ് ഉപ്പ് തന്നെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലെ ഈസി ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. അപ്പം ഞാനിവിടെ ബീഫ് വേകുന്ന നേരത്തിന് കുറച്ച് തേങ്ങ കൊത്തുകൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണമെന്നില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഇത് ഇറച്ചിയുടെ കൂടെ ഇതുകൂടി കഴിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.